പലരും ധരിച്ചിരിക്കുന്നത് എന്ന് സംശയം തോന്നുന്നു, നമ്മുടെ കേരളത്തിന് വേണ്ടതുപോലെ ഒരു വലിയ മഹത്തായുള്ള സംഗീത സംസ്കാരം ഉണ്ടോ എന്ന് പലർക്കും സംശയമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഒരു കാലത്ത് കർണാടക സംഗീതം ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന രീതിയിലുള്ള കർണാടക സംഗീത കച്ചേരികളല്ലെങ്കിലും ഒരുപാട് രാഗങ്ങൾ അതുപോലെ ഒരുപാട് താളങ്ങൾ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. നമ്മൾ കൂടിയാട്ടം, അതുപോലെ തുള്ളൽ, പടയണി, പൂരക്കളി തുടങ്ങിയിട്ടുള്ള ധാരാളം ഇന്നത്തെ അനുഷ്ഠാന കലാരൂപങ്ങൾ അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ള കലാരൂപങ്ങൾ, കഥകളി തുടങ്ങിയുള്ള കലാരൂപങ്ങൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രാഗങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതിൽ കേൾക്കാൻ കഴിയും. നമുക്ക് ശ്രീകണ്ഠി, ബിലഹരി, ബലഹരി തുടങ്ങിയുള്ള ഒരുപാട് രാഗങ്ങൾ അതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അപ്പോൾ അത്തരം രാഗങ്ങളുടെ പേരുകൾ അതിൽ പരാമർശിക്കപ്പെടുന്നത്, തുള്ളലിലും മറ്റും? അപ്പോൾ നമുക്ക് പഴയ കാലത്ത് കേരളത്തിന് ഒരു വലിയ സംഗീത സംസ്കാരം ഉണ്ടായിരുന്നു. നമുക്ക് പലർക്കും അതറിയാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നും പലർക്കും അത് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. പക്ഷേ ഇന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു മഹത്തായിട്ടുള്ള കലാരൂപമായിട്ടുള്ള കഥകളി പദങ്ങളുണ്ട്. ഇന്ന് കഥകളി സംഗീതം എന്ന് പറയുന്നുണ്ടെങ്കിലും പഴയകാലത്ത് തന്നെ പദം എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ പാടുന്ന രീതിയും കുറച്ച് വ്യത്യസ്തമായിരുന്നു. വെങ്കടകൃഷ്ണ അയ്യരുടെ കാലത്തിന് ശേഷമാണ് കഥകളി സംഗീതത്തിന് ഇന്നത്തെ രൂപം വന്നത്. ആ കഥകളി പദങ്ങളെല്ലാം തന്നെ വളരെയധികം രാഗസമ്പുഷ്ടമായിട്ടുള്ള ഒരുതരം പ്രത്യേകതരം സംഗീതരചനകളാണ്. നമ്മുടെ കർണാടക സംഗീത കൃതികൾ എന്ന് പറയുന്ന രീതിയിലല്ലെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവ അവതരിപ്പിക്കുന്നതെല്ലാം തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ സംഗീത കച്ചേരികളിലേക്ക് അത്തരം കഥകളി പദങ്ങളെ, രാഗബദ്ധമായിട്ടുള്ള അത്തരം പദങ്ങളെ കഥകളിപ്പദം എന്ന പേരിൽ തന്നെ ആലപിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മലയാള സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ കേരള സംഗീതത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ അഭിമാനമാണ്.